ശ്രീ ശങ്കുട്ടി ദാസ്. സിനിമ ഇറങ്ങി ഒരാഴ്ചയോട് അടുക്കുകയാണ്. മലയാള സിനിമ ഇതുവരെ കൈവരിച്ചതിലും ഏറ്റവും ഉയർന്ന നേട്ടത്തിലേക്ക് ഈ സിനിമ പോകുന്നതിന്റെ സൂചനകളാണ് ആദ്യത്തെ 5 ദിവസവും ലഭിക്കുന്നത്. വലിയ കളക്ഷനാണ്. അപ്പോൾ കേരളത്തിൽ ഒരു ബിസിനസ് സക്സസ്ഫുള്ളായി നടത്തണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളോട് ഇടയുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അത് ഫ്ലറിഷ് ചെയ്യും എന്ന ആ പറച്ചിൽ ഒരിക്കൽ കൂടി അന്വർത്ഥമാവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ പ്രധാന നടനും ഈ സിനിമയുടെ സംവിധായകനും ഉൾപ്പെടെ ഇതിലൊരു ഖേദപ്രകടനം ഇതിനോടകം നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഈ സിനിമയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളത് സത്യമാണ്. കാരണം നിലവിൽ തന്നെ വിജയിച്ചു കഴിഞ്ഞിട്ടുള്ള ലൂസിഫർ 1-ന്റെ 2ാം ഭാഗം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ വരുന്നത്. മലയാള സിനിമയ്ക്ക് തുടർച്ചയായിട്ടൊരു ഹിറ്റ് വെറുതെ ഉണ്ടായിരുന്ന കാലത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് വലിയൊരു പാൻ ഇന്ത്യൻ സിനിമ എന്ന ഭാവനയാണ് ഇത് വന്നത്. സ്വാഭാവികമായും വലിയ ക്യാൻവാസിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ എല്ലാ പ്രേക്ഷകരും വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ആ സിനിമയെ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ എന്താണ്, തിരക്കഥ എന്താണ്, ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്നൊക്കെ മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ 50 കോടി രൂപയോളം പ്രീ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് ഒരാഴ്ചത്തേക്ക് തിയേറ്ററുകൾ മുഴുവൻ ഹൗസ്ഫുൾ ആയിരുന്നു. എന്നാൽ ആ മൊമെൻറ്റം സിനിമയുടെ കണ്ടന്റ് പുറത്തു വന്നതിന് ശേഷം അവർക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സാധാരണ ഇതിലൊരു പാൻ ഇന്ത്യൻ സിനിമ മലയാളത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുപോലെ സ്വീകാര്യമാകുന്ന ഒരു എന്റർടൈനർ ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വിചാരിച്ച ധാരാളം ആളുകളെ നിരാശപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ ചെയ്തത്. ലൂസിഫർ 1-നോട് നീതി പുലർത്തുന്നതല്ല, മോഹൻലാൽ എന്നുള്ള നടന്റെ ഇതുവരെയുള്ള പൊതുജീവിതത്തോടോ അദ്ദേഹം പുലർത്തിയിട്ടുള്ള നിലപാടുകളോടോ കൂറ് പുലർത്തുന്നതല്ല. മലയാളി പൊതുസമൂഹത്തിന്റെ മോഹൻലാൽ സിനിമ എന്ന് പറയുന്ന പ്രതീക്ഷയോട് കൂറ് പുലർത്തുന്നതല്ല. തീർത്തും രാജ്യവിരുദ്ധമായിട്ടുള്ള അജണ്ടകൾ പോലും കുത്തി നിറച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെതിരെയുള്ള വെറുപ്പ് വമിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കലാപത്തിന്റെ സ്മരണകളെ മടക്കി കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിൽ ഒരു വിഭാഗത്തിനെതിരെയുള്ള വെറുപ്പ് വമിപ്പിക്കുന്നത് എന്ന ആരോപണം എങ്ങനെയാണ് ഈ സിനിമയ്ക്കെതിരെ സ്റ്റാൻഡ് ചെയ്യുക? ഞാൻ മറ്റാളുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിലൊരു ക്ലാരിറ്റി വേണമല്ലോ. ആദ്യം മുതലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് വിഭാഗത്തിനെതിരെ? ഇപ്പൊ ഹിന്ദു വിഭാഗത്തിനെതിരെയാണെങ്കിൽ എങ്ങനെയാണ് ഹിന്ദു വിഭാഗത്തിനെതിരെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹിന്ദു വിഭാഗത്തെ എങ്ങനെയാണ് ഇത് അനോയ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല. അങ്ങേക്കത് മനസ്സിലാവണമെങ്കിൽ അങ്ങേക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു കുറച്ചുകൂടി ദീർഘമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം. ഏകപക്ഷീയമായിട്ടൊരു പക്ഷത്തിൻ്റെ വക്താവായിരുന്നുകൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ പറയാം, നോക്കൂ, എന്താണ് ഈ സിനിമയുടെ കഥ? അടിസ്ഥാനപരമായിട്ട് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് സായിദ് മസൂദിൻ്റെ പ്രതികാരമാണ്. റിവഞ്ച് ഓഫ് എ ഗുജറാത്തി മുസ്ലിം യൂത്ത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ബേസിക് തീം. ആ കഥ നിങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഗോത്രാനന്തര കലാപത്തിൽ, ഗുജറാത്ത് കലാപത്തിൽ വെച്ച് ആക്രമിക്കപ്പെട്ട് ഉറ്റവരെയും ഉടയവരെയും മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഗുജറാത്തിലെ ഒരു മുസ്ലിം യുവാവ് പിന്നീട് ലഷ്കർ ഇ തൊയ്ബയുടെ ക്യാമ്പിലേക്ക് പോവുകയും ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി തീവ്രവാദിയാവുകയും അവിടെ നിന്ന് ഈ പറയുന്ന അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻസിന്റെ ചുമതല ഏൽപ്പിക്കുകയും ശേഷം അന്ന് ഗുജറാത്ത് കലാപം നടത്തിയിട്ടുള്ള സംവിധാനം ഇന്ന് രാജ്യം മുഴുവൻ ഭരിക്കുന്ന വലിയൊരു ശക്തിമത്തായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഘടനയായി മാറിയിരിക്കുകയാണ്. അവർ കേരളത്തിലേക്കും അധികാരം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആ ഗുജറാത്ത് കലാപത്തിൽ തന്റെ ഉറ്റവരോടും ഉടയവരോടും കൊലപാതകം നടത്തിയിട്ടുള്ള ഹിന്ദുത്വ സംഘടനയുടെ ഭീകരമായ പ്രതികാരം ചെയ്യാനുള്ള അവസരം ശംഖുവിനോട് കൂടി ചോദിച്ചതിന് ശേഷം ഞാൻ മറ്റുള്ളവരിലേക്ക് പോയി. ഇതിലെവിടെയാണ് ഗുജറാത്താണ് എന്ന് പറയുന്നില്ല? ഗുജറാത്തി ഭാഷയോ അതല്ലെങ്കിൽ ഗുജറാത്താണ് എന്ന് മനസ്സിലാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൈനുകളോ സിംബലുകളോ കാണിക്കുന്നില്ല. ഇനി നിങ്ങളുടെ പാർട്ടിയോ അതല്ലെങ്കിൽ RSSോ അതിന്റെ ഏതെങ്കിലും അവാന്തര സംഘടനകളോ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ടു എന്നത് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഇല്ല. ഇന്ത്യയിൽ സംവേർ ഇൻ ഇന്ത്യയിൽ 2002 നടന്ന ഒരു കലാപം എന്ന മാത്രമേ മെൻഷനുള്ളൂ. അപ്പോൾ ഉടനെ ഇത് ഞങ്ങളെക്കുറിച്ചാണെന്ന് കരുതുന്നു. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന, പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന സീനുണ്ട്. അതുകൊണ്ട് ഇതാണ് എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നു എന്ന് മാത്രമല്ല, അതിലൊരു പ്രശ്നമുണ്ട് ശംഖു. നോക്കൂ, ഇപ്പോൾ ഒരു കലാപം നടക്കുന്നു, അതിൽ മുസ്ലിം വിഭാഗം ആക്രമിക്കപ്പെടുന്നു. അവർ പലായനം ചെയ്ത് എത്തുന്നത് ഒരു ഹിന്ദു മൗസിയുടെ വീട്ടിലേക്കാണ്. അവർ അവിടുത്തെ ഒരു ലാൻഡ് ലോഡാണെന്ന് മനസ്സിലാക്കാം. അവരെ സ്വീകരിക്കുന്നു, ഈ കലാപകാരികളിൽ നിന്ന് രക്ഷിക്കുന്നു. അവർ മരിച്ചു വീഴുന്നു, അവരുടെ അംഗരക്ഷകർ മരിച്ചു വീഴുന്നു. അങ്ങനെ ഹിന്ദുക്കളായ ഇവർ കൊല്ലപ്പെട്ടതിന് ശേഷം മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്ക് കലാപകാരികൾക്ക് എത്താൻ പോലും സാധിക്കുന്നത്. അപ്പോൾ എനിക്കിതിപ്പോൾ ഞാനൊരു ഹിന്ദു ആണല്ലോ, ഇപ്പോൾ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ തോന്നിയത് സ്വന്തം ജീവൻ കൊടുത്തും മറ്റൊരു മതവിശ്വാസക്കാരായ ആളുകളെ കലാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആൾ ആണ് ഹിന്ദു എന്ന നിലയിലാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത്. വേറൊരാൾക്ക്, ഇപ്പോൾ താങ്കളുടെ പ്രസ്ഥാനത്തിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ കലാപകാരികളുമായിട്ടാണ് ഒരു ഐഡന്റിഫിക്കേഷൻ തോന്നുന്നതെങ്കിൽ നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നോക്കൂ, അങ്ങനെ നിഷ്കളങ്കത ചമയരുത്. ഇത് എന്താണ് ഈ സിനിമയുടെ നിർമ്മാതാക്കളും ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം എന്താണ് പൊതുസമൂഹത്തോട് സംവദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് വളരെ വ്യക്തമാണ്. സിനിമ ഇറങ്ങിയതിന് ശേഷം ഇവിടെ നടന്നിട്ടുള്ള ഈ പുരോഗമന മതേതര ഹിന്ദുത്വ വിരുദ്ധ പക്ഷക്കാരുടെ ആഘോഷങ്ങളൊക്കെ അത് വളരെ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗത്തിനെതിരായിട്ട് കൃത്യമായിട്ടുള്ള വെറുപ്പ് വമിപ്പിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് പോലും ആ വിഭാഗത്തോട് എന്താണ് മാപ്പ് പറയേണ്ടി വന്നതും സിനിമയിൽ വോളണ്ടറി ആയിട്ട് കട്ടുകൾ നിർദ്ദേശിച്ചത്. ഇവിടെ ഏതെങ്കിലും BJPയോ സംഘപരിവാറോ തിയേറ്ററുകൾക്ക് തീയിടുകയോ ഏതെങ്കിലും പ്രതിഷേധ പ്രകടനം നടത്തുകയോ ഈ നടന്മാർക്കെതിരെ കരിയോൽ പ്രക്ഷോഭം നടത്തുകയോ എന്തെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഈ സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആവശ്യം പോലും BJPയോ സംഘപരിവാറോ മുന്നോട്ട് വെച്ചിട്ടില്ല. ഈ സിനിമയുടെ കണ്ടന്റിനെ ആശയപരമായി തന്നെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വിമർശനം ശരിയാണെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ വോളണ്ടറി കട്ട്സ് ആയിട്ട് 17 കട്ടുകൾ സിനിമയ്ക്ക് വരുത്തണമെന്ന് ഒരു ആവശ്യപ്പെട്ടിട്ട് വന്നത്. അതല്ലാണ്ട് BJP നിർദ്ദേശിച്ച 17 കട്ടുകളോ. താങ്കൾ കണ്ടന്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കണ്ടന്റ് പറഞ്ഞത്. എന്നെ മുഴുവൻ പറയാൻ സമ്മതിക്കൂ അല്ലെ? എന്നെ മുഴുവൻ പറയാൻ സമ്മതിക്കൂ. 2002 ഇന്ത്യയിൽ ഒരിടത്ത് മുസ്ലിം വിഭാഗത്തിനെതിരെ ഒരു ഹിന്ദു ഗ്രാമം മുഴുവൻ കലാപം നടത്തുന്നതിൻ്റെ ഗ്രാഫിക് ആയിട്ടുള്ള വളരെ വയലൻ്റ് ആയിട്ടുള്ള ഡെപ്പിക്ഷൻസോട് കൂടിയിട്ടാണ് ആ സിനിമ ആരംഭിക്കുന്നത്. 2002 ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടൊരു കലാപം നടക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആലോചിക്കേണ്ടത് ഗുജറാത്ത് കലാപത്തെയാണ് അവിടെ റെഫർ ചെയ്യുന്നതെങ്കിൽ ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് പോസ്റ്റ് ഗോദ്ര റൈറ്റ്സ് ആണ്. ഗോദ്രയിൽ നിന്ന് അയോധ്യയിൽ നിന്ന് കർസേവ കഴിഞ്ഞ് വന്നിരുന്ന 1000ഓളം തീർത്ഥാടകരുണ്ടായിരുന്ന ഒരു തീവണ്ടിക്ക് തീ വെച്ച് 59 തീർത്ഥാടകരെ ചുട്ടുകൊന്നിട്ടുള്ളൊരു സംഭവം. 22 സ്ത്രീകളും 27 പുരുഷന്മാരും 10 കുട്ടികളും അടക്കം 59 പേരെ ചുട്ടുകൊന്ന് 48 പേര് ആജീവനാന്തം തീപ്പൊള്ളലേറ്റ് പരിക്കേറ്റ് പോയിട്ടുള്ള സംഭവത്തിനെതിരായി ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഒരു കലാപം. ആ കലാപത്തിന് ചരിത്രം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ സിനിമ പോലെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആരംഭിക്കുകയും കട്ട് എന്ന് പറയുമ്പോൾ അവസാനിക്കുകയും ചെയ്യുന്നതല്ല ചരിത്രം. അതിന് മുൻപും പിൻപും ഉണ്ട്. നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടൊരു പോർഷനെ മാത്രം എടുത്തുകൊണ്ട് ഒരു വിഭാഗത്തെ വിക്ടിംസ് ആയിട്ടും ഒരു വിഭാഗത്തെ ആക്രമകാരികളായിട്ടും ചിത്രീകരിക്കുകയും അതിലൊരു വിഭാഗത്തിന് പ്രതികാരത്തിനുള്ള അർഹതയുണ്ടെന്ന് ധ്വനിപ്പിക്കുകയും. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ സായിദ് മസൂദിന്റെ കഥാപാത്രം പ്രതികാരം ചെയ്യുന്നുണ്ട്. ഈ കലാപത്തിന് മുന്നോടിയായിട്ടുള്ള ഗോത്ര കലാപത്തിന്റെ വിക്ടിംസിനും സമാനമായിട്ട് പ്രതികാരത്തിലുള്ള അർഹതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗുജറാത്ത് കലാപം ന്യായമാണോ? യഥാർത്ഥത്തിൽ ഈ കലാപത്തിലെ ഇരകളുടെ പ്രതികാരത്തെ റൊമാന്റിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ തുടർ കലാപങ്ങളെ വിളിച്ചെടുത്താണ് ചെയ്യുന്നത്. കത്തിക്കുന്നത് ഈ ഒരു സന്യാസി ഇങ്ങനെ കൈകൂപ്പി അയാളുടെ ദീനത പ്രകടിപ്പിക്കുന്നത്, അങ്ങനെ നിരവധി നമുക്ക് ഒരുപക്ഷെ നേരത്തെ സിനിമ തിയേറ്ററിൽ കയറി ടൈറ്റിൽ മുതലേ കണ്ടാൽ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. അതിന്റെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് ഇതല്ലാത്തതുകൊണ്ട്, കലാപം അല്ലാത്തതുകൊണ്ടായിരിക്കും സ്വാഭാവികമായി അത് ഉൾക്കൊള്ളിക്കാത്തത്. അതൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയേണ്ടതാണ്. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വിശദമായി നമുക്ക് ആ വിഷയം അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം.